ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഈ ഭദ്രാസനത്തിലെ OCYM-ന്റെ ചുമതലക്കാരെ, പ്രിയ സഹോദരങ്ങളെ, ആദ്യമായി ഓണത്തിൻ്റെ ആശംസകൾ ഒരു ദിവസം വൈകി എങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയംഗമമായി നേരട്ടെ. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ സഭ പ്രാഥമികമായി പ്രാദേശികമാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ പ്രാദേശികമായി വ്യാഖ്യാനിച്ച് ജീവിക്കുന്ന സമൂഹമാണ് സഭ. വിശ്വാസം സാർവലൗകികമാണ്. എന്നാൽ വിശ്വാസത്തെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നത് പ്രാദേശിക സംസ്കാരങ്ങളെ ഗൗരവമായി എടുത്ത് അവയെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് അപ്പടി സ്വീകരിക്കുക എന്നല്ല, മറിച്ച് അവയുടെ ഉള്ളടക്കത്തെ പരിശോധിച്ച് ക്രൈസ്തവമായ ഒരു കാഴ്ചപ്പാട് അതിന് നൽകിക്കൊണ്ട് സ്വീകരിക്കുക എന്നതാണ്. ഇത് നമ്മുടെ സഭാജീവിതത്തിൽ ധാരാളം കാണാവുന്നതാണ്. കഴിഞ്ഞ ദിവസം കാർത്തികപ്പള്ളി ദൈവാലയം സന്ദർശിക്കാനും അവിടെ വിശുദ്ധ ആരാധന അർപ്പിക്കാനും ഇടയായി. ആ പള്ളിയുടെ മുൻവശം, അതിന്റെ പാർശ്വങ്ങൾ ഒക്കെ കണ്ടാൽ ഒരു ക്രൈസ്തവ ദേവാലയം എന്ന് നമ്മുടെ ചിന്തയിലുള്ള ശൈലിയിൽ പരിശോധിച്ചാൽ പൂർണ്ണമായി പറയാൻ ബുദ്ധിമുട്ടാണ്. പേർഷ്യൻ ശൈലിയിലോ പാശ്ചാത്യ ശൈലിയിലോ ഉള്ള മുഖവാരമില്ല അതിന്. മറിച്ച് ഒരു പൗരാണിക ഭാരതീയ സംസ്കാരത്തിൽ ഉൾപ്പെട്ട ദൈവാലയത്തിന്റെ ബാഹ്യരൂപമാണ് അതിനകത്തുള്ളത്. പക്ഷെ അതിനകത്ത് ആരാധിക്കപ്പെടുന്ന ദൈവം ആ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുള്ളതല്ല. കൊച്ചി എയർപോർട്ടിന് സമീപമുള്ള അകപ്പറമ്പ് മാർ ഷബാർ അഫ്രോദ് ദൈവാലയം പരിഷ്കരിക്കുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, അതിന്റെ മുൻവശം ഒരു അമ്പലത്തിന്റെ സ്വഭാവത്തിലുള്ളതായിരുന്നു. ഇത് ഒരു ശരിയായ നടപടിയാണ്. ജീവിക്കുന്ന സാഹചര്യത്തിന്റെ ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തെ വ്യാഖ്യാനിക്കാനും അനുഷ്ഠിക്കാനും ശ്രമിക്കുക എന്നുള്ളത്. ചില ആളുകൾക്ക് അതപ്പടി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് സംബന്ധിച്ച് ചില ചോദ്യങ്ങളും തർക്കങ്ങളുമൊക്കെ പൊതുവേദികളിലും ഇന്റർനെറ്റിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് അത്തരമൊരു ചോദ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. നിലവിളക്ക് എത്രത്തോളം ക്രൈസ്തവമാണ് എന്ന ചോദ്യം. പ്രത്യേകിച്ച് നിലവിളക്കിന്റെ മുകളിൽ സ്തൂപം പോലെ ഒരു വസ്തു ഉള്ളത് ശിവലിംഗത്തിന്റെ പ്രതീകമല്ലേ? അത് വെച്ചുകൊണ്ട് നമുക്ക് ദൈവാലയങ്ങളിൽ ഒരു വിളക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം. സത്യത്തിൽ ആ സ്തൂപം ഒരു പ്രായോഗിക സൗകര്യത്തിന് വേണ്ടിയുള്ളതാണ്. നിലവിളക്കിൽ എണ്ണ ഒഴിക്കുമ്പോൾ തൂവിപ്പോവാതെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. പക്ഷെ അതുപോലും ചില ആളുകൾക്ക് അസ്വാരസ്യം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സഭാപിതാക്കന്മാർ വെളിച്ചത്തിന്റെ ഏത് പ്രതീകത്തെയും ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായി
വ്യാഖ്യാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ത്രോണോസിൽ മെഴുകുതിരി ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ മെഴുകുതിരി രൂപത്തിലുള്ള വൈദ്യുത വിളക്കുകൾ ഉപയോഗിക്കുന്നത്. പ്രകാശമാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. ഈ ഒരു സമീപനമാണ് ഓണത്തോടും ഓണത്തിന്റെ ആഘോഷത്തോടും നമുക്ക് സ്വീകരിക്കാനുള്ളത്. ഓണാഘോഷത്തിൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പൂക്കള മത്സരം നടത്തി. അതൊരു മത്സരത്തിന്റെ പ്രതീകമല്ല എങ്കിൽ പൂക്കളം അതുപോലെ തന്നെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. കോട്ടയത്തെ കുഴിമറ്റം പള്ളിയിലെ യുവജന പ്രസ്ഥാന പ്രവർത്തകർ ഓണത്തിന്റെ തലേന്ന് ഞായറാഴ്ച ദൈവാലയത്തിന്റെ മുൻപിൽ ഒരു പൂക്കളം ഒരുക്കിയാണ് ദൈവാലയത്തിൽ വന്നവരെ എതിരേറ്റത്. ഇത് നമുക്ക് ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും. യേശുതമ്പുരാനെ യെരുശലേം ദേവാലയത്തിലേക്ക് എതിരേറ്റ കുഞ്ഞുങ്ങൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് എതിരേറ്റത്. അവിടെ പൂക്കൾ കിട്ടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇലകൾ ഉൾക്കൊള്ളുന്ന കൊമ്പുകളും ഒക്കെ ഉപയോഗിച്ചാണ് അവർ യേശുതമ്പുരാന് എതിരേൽപ്പ് നൽകുന്നത്. ഒലിവിന്റെ ശാഖകളും പനയുടെ ശാഖകളുമെല്ലാം ഉപയോഗിച്ചാണ് അവർ ദൈവത്തിന്റെ പുത്രനെ എതിരേൽക്കാൻ ശ്രമിക്കുന്നത്. ഈയൊരു ചിന്ത നമുക്ക് ഈ പൂക്കളത്തിലേക്കും ആരോപിക്കാവുന്നതാണ്. പ്രകൃതിയുടെ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് പൂക്കൾ. അത് ചെടികളെ സംബന്ധിച്ച് വംശവർദ്ധനവിന്റെ പ്രതീകവുമാണ്. ദൈവം മനുഷ്യനെ ഈ ലോകത്തിലാക്കിയപ്പോൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്നാണ് കൽപ്പിച്ചത്. വംശവർദ്ധനവ് ദൈവാനുഗ്രഹത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് ഒരുക്കുന്ന ഇരിപ്പിടം സ്വർഗീയ നാഥന് നമ്മുടെ ഒരു കാഴ്ചയായി സമർപ്പിക്കാൻ സാധിക്കും. കുരുത്തോലകൾക്കും ഒലിവിൻ കൊമ്പുകൾക്കും പകരം യേശുതമ്പുരാനെ എഴുന്നള്ളിച്ചിരുത്തുവാൻ പര്യാപ്തമായ ഒരു പൂതകിടിയാണ്, പൂമെത്തയാണ്, പൂക്കൾ കൊണ്ടുള്ള ഇരിപ്പിടമാണ് ഇത് എന്ന് നമുക്ക് ചിന്തിച്ച് അതിനെ സ്വാംശീകരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ രണ്ടാമതൊന്ന്, ഈ ഓണത്തെ അതിൽ സ്മരിക്കപ്പെടുന്ന ചിന്തയെ എങ്ങനെയാണ് നാം വ്യാഖ്യാനിക്കുക എന്ന ചോദ്യമുണ്ടാകും. കഴിഞ്ഞുപോയ കാലത്തിന്റെ മധുര സ്മരണ അയവിറക്കുന്ന ഒരു സന്ദർഭമാണ് ഓണം എന്നുള്ളത്. അതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പൗരാണിക ദ്രാവിഡ വർഗത്തിന്റെ മേൽ ആര്യൻ വർഗത്തിന്റെ അധീശത്വ നടപടിയാണ് അതിൽ സൂചിപ്പിക്കപ്പെടുന്നത്. ഇത് സ്വയം മെച്ചപ്പെട്ടവരാണ് എന്ന് കരുതിയ ആര്യന്മാർ പൊതുവെ സ്വീകരിച്ചൊരു നിലപാടാണ്. തെക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് വാനരന്മാരാണ്, അവർ കറുത്തവരാണ്, അധമരാണ്, അവർക്ക് അവകാശങ്ങൾ ഉണ്ടായിക്കൂടാ എന്നുള്ളത്. ആ അവകാശ നിഷേധത്തിന്റെ മുകളിലുള്ള
നന്മയുടെ പ്രതീകമായ ഒരു രാജാവിന്റെ തിരോധാനത്തിന് കാരണമായി തീർന്ന മേൽക്കോയ്മയ്ക്കെതിരെയുള്ള ഒരു ചോദ്യമായി ഈ ഓണാഘോഷത്തെ നമുക്ക് കാണാം. പക്ഷെ അവിടെ ഉള്ള ഒരു കുഴപ്പം, ഇത് ആണ്ടിലൊരിക്കൽ വന്നു ചേരുന്ന ഒരു സ്മരണ മാത്രമായി തീരുന്നു എന്നതാണ്. ഇപ്പോൾ അതിന് കുറെ കച്ചവട ഭാവങ്ങളും വന്നിട്ടുണ്ട്. ഒന്ന് വാങ്ങിച്ചാൽ മറ്റൊന്ന് സൗജന്യമാണ്. കച്ചവടം പെരുപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. മറിച്ച് ഇതൊരു സ്മരണയായി ആണ്ടുതോറും വന്നു ചേരുന്ന ഒരു പെരുന്നാൾ മാത്രമായി അവശേഷിപ്പിക്കുന്നത് എത്രത്തോളം ക്രൈസ്തവ ചിന്തയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് എന്ന ചോദ്യമുണ്ടാകും. അവിടെയാണ് പഴയ നിയമം മുതലേ ദൈവത്തിന്റെ മനുഷ്യചരിത്രത്തിലെ ഇടപെടലിന്റെ ശൈലി നാം അന്വേഷിക്കേണ്ടി വരുന്നത്. ജ്ഞാനത്തിന്റെ തികവിലേക്ക് മുന്നോട്ടുള്ള സഞ്ചാരത്തിന് ഒക്കെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും ക്ഷണിച്ചതും. നമ്മുടെ സഭാപാരമ്പര്യത്തിൽ പിതാക്കന്മാർ പറയുന്നുണ്ട്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ശിശുതുല്യനായിരുന്നുവെന്നും ദൈവബന്ധത്തിലും പരസ്പരമുള്ള കൂട്ടായ്മയിലും അവൻ പൂർണ്ണതയിലേക്ക്, അതായത് ഭാവിയിലേക്ക് വളരേണ്ടിയിരുന്നു എന്നും. അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് വേറൊരു കാര്യം. ഇത് തന്നെയാണ് അബ്രാഹാമിനെ വിളിക്കുമ്പോഴും ദൈവം പറയുന്നത്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് സഞ്ചരിപ്പീൻ എന്ന്. ഇത് തന്നെയാണ് മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് നിർദ്ദേശിക്കുന്നത്, പുറപ്പെട്ടു പോകുവീൻ എന്നാണ്. അടിമത്വങ്ങളില്ലാത്ത വിശാലമായ സ്വതന്ത്രമായ മരുഭൂമിയിലേക്ക് പോകുകയും അതിനെതിരെ ഉയരുന്ന എല്ലാ പ്രതിബന്ധങ്ങളും ശബ്ദങ്ങളും നിഷേധിക്കപ്പെടേണ്ടതാണ് എന്ന കാഴ്ചപ്പാട് നമുക്ക് വേദപുസ്തക ചരിത്രത്തിൽ കാണാം. ഇന്നുള്ളത് അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്നത് അവസാന വാക്കാണ് എന്ന് ചിന്തിക്കാൻ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് സാധ്യമല്ല. മറിച്ച് അവൻ എപ്പോഴും മുന്നോട്ട് നടക്കുന്നവനായിരിക്കണം എന്ന് വിചാരിച്ച് പഴമയെ നിഷേധിക്കുന്നതല്ല. പഴമയിൽ ഊന്നി മാത്രമേ മുന്നോട്ട് നടക്കാനൊക്കൂ. പക്ഷെ പഴമ പൂർണ്ണമായും ശരിയായിരുന്നുവെന്നോ അവസാന വാക്കായിരുന്നുവെന്നോ പറയാൻ സാധ്യമല്ല. പഴമയിൽ നിന്ന് ഇന്നിലേക്കുള്ള യാത്ര തന്നെ മുന്നോട്ടുള്ള ഒരു ഗമനമായിരുന്നു. ഇന്നലകളിൽ നിന്ന് ഇന്നിലേക്കുള്ള വരവ്. പലർക്കും ആഗ്രഹം ഉണ്ടാകും ഇന്നലകളിൽ തിരിച്ചു പോവുക എന്നുള്ളത്. എല്ലാവരും പറയുന്നത് നമ്മിൽ ഒരു ചെറിയ കുട്ടി എപ്പോഴും അവശേഷിക്കുമെന്നാണ്. തീർച്ചയായിട്ടും അതൊരു സന്തോഷകരമായ കാര്യമാണ്. ഇന്നലകളെ നിഷേധിക്കാതെ അതിലെ നല്ല ഭാവങ്ങളെ, ഘടകങ്ങളെ താലോലിക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ താലോലിച്ചുകൊണ്ട് എക്കാലവും ജീവിക്കാൻ സാധ്യമല്ല. അത് മുന്നോട്ടുള്ള ഗമനത്തിന് പ്രചോദനമാകുന്നുവെങ്കിൽ മാത്രമേ പ്രയോജനപ്രദമാകുന്നുള്ളൂ. ഇതാണ് ഓണത്തോടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് വേണ്ടിയിരിക്കുന്നത്. മുന്നോട്ട് നോക്കുമ്പോൾ ഈ ഓണത്തിന്റെ കാലത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ മഹാബലിയുടെ കാലത്തുണ്ടായിരുന്ന ആ അവസ്ഥയെ എങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ, അല്ല അതിനപ്പുറത്ത് മെച്ചമായ, അതിനേക്കാൾ മെച്ചമായ ഒരു ഭാവിയിലേക്ക് ദർശനം വയ്ക്കാൻ ക്രൈസ്തവന് സാധിക്കേണ്ടതാണ്. നാളുകളാണ് നമ്മുടെ വാഗ്ദാനം. നമുക്കുള്ള ദൈവത്തിന്റെ വാഗ്ദാനം അതാണ്. രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി നോക്കിപ്പാർത്തിരിക്കുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. ആ രണ്ടാമത്തെ എഴുന്നള്ളത്ത്
മഹത്തരമാണ് എന്നും നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നുണ്ട്. കാരണം അത് നമ്മുടെ രക്ഷയുടെ പൂർണ്ണതയുടെ ഭാവിയാണ്. പലപ്പോഴും യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണം, മരണം, പുനരുത്ഥാനം, അതിൽ തന്നെ പാശ്ചാത്യ സഭ മരണം എന്നതിനെ കൂടുതൽ പ്രാമുഖ്യത്തോടെ ഘോഷിക്കുമ്പോൾ, പക്ഷേ രണ്ടാമത്തെ വരവിലേക്കുള്ള കാത്തിരിപ്പ് ചിലപ്പോഴൊക്കെ വിസ്മൃതമായി പോകാറുണ്ട്. ഇതുതന്നെയാണ് ഈ ഓണത്തിന്റെയും വിഷയം. ഒരു കാലത്ത് നീതിമാനായ, പ്രജാവത്സല തൽപരനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നുള്ളതും അത് ഈ നാടിന്റെ ഐശ്വര്യത്തിന് കള്ളവും ചതിവും പൊളിയും ഇല്ലാതിരുന്ന ഒരു കാലത്തിന് കാരണമായി എന്നും തീർച്ചയായിട്ടും പറയാം. പക്ഷേ അത് എന്നേക്കുമായി അവസാനിച്ചു പോയി എന്നും ഇനി അതിന്റെ വാർഷിക അനുസ്മരണം മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നും ഒരു പ്രതീക്ഷയിലൂന്നി ജീവിക്കുന്ന സമൂഹത്തിന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് നാം മറന്നുപോകരുത്. ഓണം ആചരിക്കുമ്പോൾ ഇന്നലകളുടെ നന്മയെ താലോലിച്ച് നിർവൃതി അടയുകയല്ല നാം ചെയ്യാൻ പോകുന്നത്. മറിച്ച് നാളുകളിലേക്കുള്ള നന്മയുടെ മുൻരുചിക്കലായി ഇതിനെ കാണുകയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ വിശുദ്ധ ആരാധനയിലും സംഭവിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ ഇരിക്കുന്നിടത്ത് ആയിരിക്കണം എന്ന് പട്ടക്കാരൻ വിശ്വാസ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം അവിടെയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നൽകപ്പെട്ട സാഹചര്യത്തിൽ നാം പരിമിതിയുടെ അകത്ത്, കാലത്തിന്റെ പരിധിയിൽ, സമയത്തിന്റെ പരിധിയിൽ, സ്ഥലത്തിന്റെ പരിധിയിൽ എല്ലാം നിൽക്കുകയാണ് എന്ന് ഉള്ളപ്പോൾ തന്നെ പക്ഷേ ഭാവിയിലെ പൂർണ്ണതയുടെ ഒരു മുൻരുചിക്കൽ അവിടെ സാധിക്കും എന്ന് നമ്മെ അറിയിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഇത് ഓണത്തിന്റെ സന്ദേശമാണ്. അതാണ് ഇന്ന് നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് നിന്ന് നൽകാനുള്ള സന്ദേശം. ഓണം തീർച്ചയായും മലയാളിയുടെ ഒരു സാംസ്കാരിക ആഘോഷമാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് ചിലരെങ്കിലും പറയുന്നത് പോലെ ഹൈന്ദവമെന്നോ പൈശാചികമെന്നോ നിഷേധിക്കപ്പെടേണ്ടതെന്നോ ആഘോഷിക്കാൻ അർഹതയില്ലാത്തത് എന്നോ പറഞ്ഞ് മാറ്റി നിർത്താനൊക്കില്ല. കാരണം നമ്മൾ പ്രാഥമികമായി ഒരു ദേശവാസികളാണ്. ആ ദേശത്തിന്റെ ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാനൊക്കൂ. നമ്മൾ ഉടുക്കുന്ന വസ്ത്രം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യം, നമ്മുടെ വീടിന്റെ സ്വഭാവം, ദൈനംദിനം നാം ഏർപ്പെടുന്ന കാര്യങ്ങളുടെ സ്വഭാവം, ഇതെല്ലാം ദൈവാശ്രയത്തിന് കീഴിലും ദൈവം നൽകിയ സാഹചര്യങ്ങളുടെ ഉപയോഗത്തിലുമാണ് എങ്കിൽ, അതൊന്നും തിന്മയല്ല എങ്കിൽ ഇതും തിന്മയാണ് എന്ന് പറയുന്ന ശൈലി ഒട്ടും അംഗീകാരയോഗ്യമല്ല. അതുകൊണ്ട് ഓണം ആഘോഷിക്കുക തന്നെ വേണം. പക്ഷേ ഓണം ആഘോഷിക്കുമ്പോൾ ഒരു പടി കൂടെ കടന്ന് ഇന്നലകളുടെ മധുരസ്മരണകൾക്കപ്പുറത്ത് നാളുകളുടെ വാഗ്ദാനത്തിന് വേണ്ടിയുള്ള ഒരുക്ക ദിനമായി ഇതിനെ കാണാൻ നമുക്ക് സാധിക്കും. യേശുതമ്പുരാൻ തന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ ഈ ലോകത്തെ വാസികളോട് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്.
ആശ്വാസപ്രദൻ വരുമെന്ന്. ആശ്വാസപ്രദൻ വന്നാൽ അവൻ സർവസത്യത്തിലേക്കും വഴി നടത്തുകയാണ് ചെയ്യും. ഇതൊരു തീർത്ഥാടനമാണ്, ഭാവിയിലേക്കുള്ള തീർത്ഥാടനം. ഭാവിയിൽ ദൈവ മനുഷ്യ ബന്ധങ്ങൾ ഏറ്റവും ശോഭനവും അനുഗ്രഹീതവും ശുദ്ധവും നിർമ്മലവുമൊക്കെ ആയിരിക്കുന്ന ഒരു ഭാവിയിലേക്കുള്ള സഞ്ചാരം. ആ സഞ്ചാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമുക്ക് ഇത് ഒരു പഴമയുടെ ഓർമ്മ എന്നുള്ളതിനപ്പുറത്ത് ഭാവിയുടെ സൂചനയാണ്. നമ്മൾ ഒരുക്കുന്ന നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ശേഖരിച്ച സുന്ദര നിറപ്പകിട്ടുള്ള വസ്തുക്കളിൽ ദൈവത്തിന്റെ സിംഹാസനവും, ആ സിംഹാസനം ഒരുക്കാൻ നമ്മൾ കാണിച്ച ഉത്സാഹവും, ആ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തോടുള്ള നമ്മുടെ നിർമ്മല ബന്ധവും, അതൊരുക്കാൻ നമ്മൾ കാണിച്ച കൂട്ടായ്മയുടെ പാരസ്പര്യവും എല്ലാം ഈ ഓണത്തിന്റെ നാളിലെ നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും യുവാക്കൾ വന്നു ചേരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് കോരിച്ചൊരിയുന്ന മഴ. പക്ഷേ നിങ്ങൾ അത്യധികമായ ഉത്സാഹത്തോടെ വരികയും ഇത്രയും പൂക്കളങ്ങൾ തീർക്കുകയും അതിനുവേണ്ടി മുന്നമേ തന്നെ ഒരുങ്ങി പൂക്കൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. അതിന് നിങ്ങൾക്ക് നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനത്തിൻ്റെ ചുമതലക്കാരെ എൻ്റെ സന്തോഷം അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ എൻ്റെ സന്തോഷം അറിയിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സന്തോഷകരമായ ഭാവി വാഗ്ദാനത്തിൻ്റെ നിറവേറലിൻ്റെ മുൻകുറിയായ ഓണത്തിൻ്റെ കാലയളവ് ഹൃദയംഗമമായി ആശംസിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.